സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. എന്നെ അനുഗമിക്കുന്നവർ തൻ്റെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. ഏത് ശിഷ്യനാണ് വേദനയില്ലാതെ യേശുക്രിസ്തുവിനെ അനുഗമിച്ചവർ? അതായത് നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം വെടിഞ്ഞുകൊണ്ട് മറ്റൊരിഷ്ടത്തിൻ്റെ പുറമെ, മറ്റൊരിഷ്ടം എന്ന് പറയുന്നത് മറ്റൊരാളുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടവുമായിട്ട് യോജിച്ചു പോകുമ്പോൾ ലേശം ബുദ്ധിമുട്ടുണ്ട്. അത് അനുഭവിക്കണമെങ്കിൽ, അതിലേക്ക് കടക്കണമെങ്കിൽ ഒരു ഗെത്സമൻ അനുഭവം ഉണ്ടാകും. അത് കുരിശുമരണത്തിലേക്ക് കൊണ്ടുവരും. ഇതൊക്കെ കഴിഞ്ഞാലേ ഉയർപ്പുണ്ടാവുകയുള്ളൂ. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മിൽ പലരും ഈസി വേ ആണ് എല്ലാം നോക്കുന്നത്. അതായത് എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുക. എളുപ്പവഴിയല്ല ഇതിനുള്ളത്. യേശുക്രിസ്തുവിൻ്റെ വഴിയെ യാത്ര ചെയ്യുന്ന ആർക്കും എളുപ്പവഴിയെ യാത്ര ചെയ്യാനാവില്ല. എളുപ്പവഴിയെ യാത്ര ചെയ്യുന്നത് ഇന്നത്തെ കാലഘട്ടമാണ്. അന്നൊക്കെ ഉണ്ടായിരുന്ന പ്രാർത്ഥനകളുടെ രീതികൾ പോലും ഇന്ന് എളുപ്പത്തിലാക്കി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരിലേക്ക് ഇതൊന്നും പ്രവർത്തിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതൊന്നും പങ്കുകൊടുക്കാനായിട്ട് പറ്റില്ല. മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുക, കൈവിരിച്ച് പ്രാർത്ഥിക്കുക, ചരലിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുക, സ്വയം അടികൊണ്ട് പ്രാർത്ഥിക്കുക, ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ല. ഒത്തിരിയേറെ വേദനകളും യാതനകളിലൂടെയും കടന്നുപോയവരാണ് വിശുദ്ധന്മാർ. അങ്ങനെ പോയെങ്കിൽ മാത്രമേ വിശുദ്ധി നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഈശോ ആഗ്രഹിക്കുന്നതാണ് നമ്മിൽ നിന്നും വിശുദ്ധിയായ ഒരു ആത്മാവിനെ നമ്മൾ തിരിച്ചു കൊടുക്കണം. സ്വർണം ശുദ്ധീകരിക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ വേദനയിലൂടെയാണോ നീ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല റിവാർഡ് നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ആ റിവാർഡിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. തളർന്നു പോകാതിരിക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.